കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പരിയാരം ഡിവിഷൻ സ്ഥാനാർത്ഥി അസ്മിന അഷ്റഫ് പരിയാരം പഞ്ചായത്തിൽ പര്യടനം നടത്തി. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ മികച്ച വിജയപ്രതീക്ഷയിലാണ് അസ്മിന. നെല്ലിപ്പറമ്പിൽ പര്യടന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. പൂവത്തിൽ നിന്നാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസത്തെ പൊതുപര്യടനം UDF സ്ഥാനാർത്ഥി അസ്മിന അഷ്റഫ് തുടങ്ങിയത്. കടകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. പൂവൻ ടൗണിലെത്തിയവരോടും വോട്ട് അഭ്യർത്ഥിച്ചു. തളിപ്പറമ്പ് സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായ അസ്മിനക്ക് അധ്യാപിക എന്ന നിലയിലുള്ള വ്യക്തിബന്ധങ്ങൾ തനിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ പരിയാരം ഡിവിഷനിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. ഒരു വോട്ട് അഭ്യർത്ഥന എന്നതിലുപരി ഒരു വോട്ട് ഉറപ്പിക്കാനാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ പരിയാരം ഡിവിഷനിലെ പരിയാരം പഞ്ചായത്തും ചെങ്ങളായി പഞ്ചായത്തും കുറുമാത്തൂർ പഞ്ചായത്ത് അടക്കം 44 വാർഡുകളിലും പര്യടനം നടത്തി. 44 വാർഡുകളിലെയും ഓരോ മേഖലയിലും നമ്മുടെ പ്രചരണം നടത്തി. എല്ലാ ആൾക്കാരെയും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചുരുക്കം ചിലരെ കാണാൻ സാധിച്ചിട്ടില്ല. അവരോടൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ ഒരു വോട്ടഭ്യർത്ഥനയായിട്ട് കാണണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പര്യടന ദിവസങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KK രത്നകുമാരിയാണ് LDF സ്ഥാനാർത്ഥി. MSF ഹരിത കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് അസ്മിന അഷ്റഫ്. നെല്ലിപ്പറമ്പിൽ നടന്ന പ്രചാരണ യോഗത്തിൽ KKP അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, തലോറ വാർഡ് UDF സ്ഥാനാർത്ഥി P സാജിദ, P മുഹമ്മദ് ഇക്ബാൽ, അഷ്റഫ് പുളുക്കൂൽ എന്നിവരും സംസാരിച്ചു. സിലുസ് തളിപ്രമ്പ. കല്യാശ്ശേരി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി PP ദിവ്യയുടെ റോഡ് ഷോ കണ്ണപുരം ഇടക്കേപ്പുറം തെക്ക് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന് സമീപം നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല കേരളത്തിലാകെയും ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്. LDFന്റെ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും മാത്രമല്ല, നാട്ടുകാരുടെ ആകെ പൊതു അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ വിജയം കൊയ്തെടുക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. 2015 UDF ഭരിക്കുമ്പോഴാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. CPM പാപ്പനശ്ശേരി ഏരിയ സെക്രട്ടറി T ചന്ദ്രൻ അധ്യക്ഷനായി. കണ്ണപുരം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KV ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. സിലോസ് പഴയങ്ങാടി. ഇരിക്കൂർ പഞ്ചായത്ത് 8ാം വാർഡിൽ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി നലീഫ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം റോഡ് ഷോ നടത്തി. നെടുവള്ളൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പള്ളി പരിസരത്ത് സമാപിച്ചു. കുട്ടികളുടെ സൈക്കിൾ റാലിയും നടന്നു. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ജാഫർ സാദിഖ്, UK ഷാജി, NV മുനീർ, E ഇക്ബാൽ, NM ഷഫീഖ്, E പ്രസാദ് കുമാർ, പൂക്കണ്ടി വിജയൻ, CK മുനവർ എന്നിവർ സംസാരിച്ചു. കീത്തടുത്ത് മുസ്തഫ, മൻസൂർ, ഷബീർ ഇരിക്കൂർ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. സിനു ശ്രീകണ്ഠാപുരം. വെങ്ങരിൽ UDF നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുധീർ വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ചെമ്പലിക്കുണ്ട് പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച ജാഥ വെങ്ങര റെയിൽവേ ഗേറ്റിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുധീർ വെങ്ങര, കക്കപ്രവൻ മോഹനൻ, AV സനൽ, ധനലക്ഷ്മി, KV നന്ദനൻ, മടപ്പള്ളി പ്രദീപൻ, പുന്നക്കൻ മുഹമ്മദ് അലി, സുജന സുധീർ എന്നിവർ നേതൃത്വം നൽകി. സിലുസ് പഴയങ്ങാടി. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ നടപടികൾ ശക്തമാക്കി പോലീസ്. വിവിധ കേന്ദ്രങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തി.
തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ പോലീസുകാർ തളിപ്പറമ്പ് ടൗണിൽ റൂട്ട് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ടൗൺ ചുറ്റി തളിപ്പറമ്പ് ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ചു. തളിപ്പറമ്പ് സബ് ഡിവിഷന് കീഴിലുള്ള പോലീസ് സ്റ്റേഷനിലെ സിഐമാർ, എസ്ഐമാർ തുടങ്ങിയവരും ഉദ്യോഗസ്ഥരും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. ചെറുകുന്നുതറയിൽ കണ്ണപുരം പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി. എസ്ഐമാരായ കെ ഷാജു, സതീശൻ, അബൂബക്കർ സിദ്ദിഖ്, കെ.സി. സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 4 ഗ്രൂപ്പ് പെട്രോൾ, 2 ലോ ആൻഡ് ഓർഡർ, സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്നിവരടങ്ങിയ സുരക്ഷയാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കണ്ണപുരം പോലീസ് ഒരുക്കിയത്. സീൽ ന്യൂസ്, തളിപ്പറമ്പ, പഴയങ്ങാടി. പ്രമുഖ ട്രേഡ് യൂണിയൻ സംഘാടകരും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പി വി കുഞ്ഞമ്പുവിന്റെ 26ാമത് അനുസ്മരണം കണ്ണപുരം ചൈനാക്ലേ റോഡ് ബാങ്കിന് സമീപം നടന്നു. ടി വി രാജേഷ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം മോഡി സർക്കാർ വന്നപ്പോൾ ആദ്യം കാശ്മീരിന് മേലാണ് കൈവച്ചത്. കാശ്മീർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നത് ചരിത്രപരമായ കാരണങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ കാശ്മീർ ആക്രമിക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യയോടൊപ്പം നിൽക്കാൻ കാശ്മീർ രാജാവ് സന്നദ്ധത പ്രകടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറുന്നത്. എൻ ശ്രീധരൻ അധ്യക്ഷനായി. ഒ വി നാരായണൻ, ടി ചന്ദ്രൻ, ടി വി ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. സിനുസ്, പഴയങ്ങാടി. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചെറുകുന്നിൽ പുതിയതായി രൂപീകരിച്ച ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സാനൽ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ഷാജി ജോസഫ്, ട്രഷറർ കെ വി രാമചന്ദ്രൻ, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ജയരാജ് കുട്ടമത്ത്, മനോജ് പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റായി റിട്ടയർഡ് കേണൽ ലയൺ കെ വി ചന്ദ്രൻ, സെക്രട്ടറിയായി ലയൺ ബിനോയ് വിറകൻ, ട്രഷററായി ലയൺ പി കെ പത്മനാഭൻ എന്നിവർ സ്ഥാനമേറ്റു. സീൽ ന്യൂസ്, പഴയങ്ങാടി.